ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു തായ്ലാൻഡ് ഹൊറർ സിനിമയായിട്ടുള്ള 2023 പുറത്തിറങ്ങിയ ഹോം ഫോർ റെന്റ് എന്ന സിനിമയുടെ കഥയാണ്. ഈ സിനിമയുടെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞാൽ, സന്തോഷത്തോടെ ജീവിക്കുന്ന നിങ്ങും ഭർത്താവ് കിന്നും അവരിപ്പം താമസിക്കുന്ന കിന്നിന്റെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നിങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ മോളായ ഇങ്ങിനെയും കൂട്ടി താമസം മാറ്റുന്നു. ഈ പേരെല്ലാം കൂടെ കേട്ടിട്ട് ഒരു കടങ്കഥ പറയുന്ന പോലെ ഉണ്ടല്ലേ. എന്നാൽ ഭർത്താവ് കിന്നിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നിങ് ഇതിനെല്ലാം കാരണം അവരുടെ പുതിയ വാടകക്കാരും അവരുടെ മന്ത്രവാദമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തിനാണ് കിന്ന് മന്ത്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മളും നിങ്ങും ഒരുപോലെ ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സിനിമയുടെ രസം കളയുന്നില്ല, നമുക്ക് അടുത്ത ബെല്ലോടുകൂടി ഈ സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പൊരു കാര്യം, ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്സ്, കമൻറ്റ്സ് എന്നിവ വാരി വിതറി എന്നെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ സിനിമ കണ്ടു തുടങ്ങാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നിങ്ങിനെയാണ്. അവളുടെ അപ്പാർട്ട്മെന്റ് ബ്രോക്കർ ടോം വഴി ഒരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. അവരിപ്പം വീട് ഒഴിഞ്ഞു പോയി. പക്ഷെ വീട് മൊത്തം അലങ്കോലമാക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. ടോമിന് നന്നായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറിനും അവരുടെ അമ്മയ്ക്കും താമസിക്കാൻ ഒരു വീട് വേണം. പക്ഷേ ഈ അപ്പാർട്ട്മെന്റിനോട് അവർക്കത്ര താല്പര്യമില്ല. അവർക്ക് വേണ്ടത് നിങ് ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു വീടാണ്. വാടക എത്രയായാലും അവർക്ക് കുഴപ്പമില്ല. ടോമിന്റെ അഭിപ്രായത്തിൽ നിങ് ഇപ്പം താമസിക്കുന്ന ഭർത്താവ് കിന്നിന്റെ വീട് ഡോക്ടറിന് വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ അപ്പാർട്ട്മെന്റിലോട്ട് താമസം മാറ്റിയാൽ മാസം നല്ലൊരു പൈസ ഇവർക്ക് വാടകയായിട്ട് വാങ്ങിക്കാം. നിങ്ങിനും ആ ഐഡിയ ഇഷ്ടപ്പെടും. അവളത് ഭർത്താവ് കിന്നിനോട് സംസാരിക്കുമ്പോൾ ആൾക്ക് അതിലത്ര താല്പര്യമൊന്നുമില്ല. ഒന്നാമത് ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം നിങ്ങിന്റെ ആ ചെറിയ അപ്പാർട്ട്മെന്റിൽ കൊള്ളത്തില്ല. വാടകയ്ക്ക് കൊടുക്കുന്നതിലും നല്ലത് നിങ്ങിന്റെ അപ്പാർട്ട്മെന്റ് ബ്രോക്കർ ടോം വഴി തന്നെ ആർക്കെങ്കിലും വിൽക്കുന്നതല്ലേ എന്ന് കിന്ന് ചോദിക്കുമ്പം നിങ്ങിന് അവളുടെ അപ്പാർട്ട്മെന്റ് ഇപ്പം വിൽക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അവരുടെ മോള് ഇങ്ങ് വളർന്ന് വലുതാവുമ്പം നാളെ അവക്കൊരാവശ്യം വരുമ്പോൾ വിൽക്കാനാണ് നിങ്ങിന്റെ പ്ലാൻ. എന്തായാലും ഈ വീട് അവരൊന്ന് വന്ന് കണ്ടു നോക്കട്ടെ. കിന്നിന് അവരെ ഇഷ്ടപ്പെട്ടില്ലേല് പിന്നെ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങ് ഒരു വിധത്തിൽ കിന്നിനെ കൊണ്ട് സമ്മതിപ്പിക്കും. വൈകിട്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോഴാണ് ടോം നേരത്തെ അയാൾ പറഞ്ഞ ആ ഡോക്ടറിനെയും അവരുടെ അമ്മയും, അവരും ഡോക്ടറാട്ടോ, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ചെല്ലുന്ന നിങ്ങി കാണുന്നത് ഡോക്ടറുടെ അമ്മ കൊടുത്ത ഒരു ബുക്കുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കിന്നിനെയാണ്. അയാൾക്ക് ഈ വീട് ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. അങ്ങനെ വീട് ഡോക്ടർ നച്ചിനും അവരുടെ അമ്മ രാത്രിയുടെയും പേരിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് നിങ്ങും കിങ്ങും ഇങ്ങിനൊപ്പം നിങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മാറും. എനിക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണുണ്ടല്ലോ എന്തോ പോലെ ആവുന്നു ഈ പേരുകൾ. അധികം വന്ന സാധനങ്ങളെല്ലാം ഔട്ട് ഹൗസിലേക്ക് മാറ്റി തൊട്ടടുത്ത വീട്ടിലെ ആന്റി പോണിനോടും യാത്ര പറഞ്ഞിട്ട് അവർ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇങ്ങിനിപ്പം 7 വയസ്സായി. 7 വയസ്സായോണ്ട് തന്നെ അവക്കിപ്പം നിങ്ങ് കൊടുക്കുന്ന ഈ ബണ്ണിയുടെ ഗിഫ്റ്റിനോടൊന്നും അത്ര താല്പര്യമില്ല. അവക്ക് വേണ്ടത് ഗുരി ഡോളിനെയാണ്. അതും ആ പാവയുടെ മുടി പർപ്പിൾ കളറായിരിക്കണം. പിന്നെ അത് നീലുടുപ്പിട്ടിരിക്കണം. ഇത് കേട്ട് കിന്നിന്റെ മുഖത്തൊരു വിഷമം വരുന്നുണ്ട്. അതെന്താണെന്നറിയത്തില്ല കേട്ടോ. നിലവിലിപ്പം ഗുരി ഡോള് മാർക്കറ്റിൽ ഇറക്കുന്നില്ല. രാത്രി കിടക്കാൻ നേരമാണ് നിങ് കിന്നിന്റെ നെഞ്ചത്ത് ഒരു പുതിയ ടാറ്റു കുത്തിയിരിക്കുന്നത് കാണുന്നത്. ഇതപ്പം കുത്തിയെന്ന് അവള് ചോദിക്കുമ്പം ബോസിനോട് തമാശയ്ക്ക് ബെറ്റ് വെച്ച് കുത്തിയതാണെന്ന് കിൻ പറയും. പക്ഷേ കിന്നിന്റെ കയ്യിൽ രാത്രി കൊടുത്ത ബുക്ക് ഇരിക്കുന്നത് നിങ് കാണും. അതിനെക്കുറിച്ചും അവൾ ചോദിക്കുമ്പം ഇതല്ല, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ മാനുവൽ ആണെന്നാണ് കിന്ന് പറയുന്നത്. പെട്ടെന്നുള്ള വീടുമാറ്റം ആയതുകൊണ്ട് രാവിലെ ചില സാധനങ്ങൾ ഔട്ട് ഹൗസിൽ നിന്ന് എടുക്കാനായിട്ട് നിങ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം ഗേറ്റിന്റെ താക്കോല് പഴയത് മാറ്റി പുതിയതാക്കിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് ഗേറ്റിൽ പുതിയതായിട്ട് ബെല്ലും വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നിങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും അവളൊന്നും പറയത്തില്ല. അകത്ത് കയറിയ നിങ്ങിന് എന്തൊക്കെയോ ഒരു മാറ്റം വീടിനുള്ള പോലെ തോന്നും. അതുമല്ല, അകത്തു നിന്ന് ആരോ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർ നച്ചാണേല് അവളുടെ അടുത്തുനിന്ന് മാറാതെ കൂടെ തന്നെ നിൽക്കുകയാണ്. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വശപ്പശക ലക്ഷണം. അപ്പോഴാണ് ഡോക്ടർ നച്ചിന്റെ കഴുത്തിലും കിന്നിന്റെ നെഞ്ചിലുള്ള അതേ ടാറ്റു നിങ്ങ് കാണുന്നത്. അത് കണ്ട് ചില സംശയങ്ങൾ തോന്നിയെങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ താമസം മാറ്റിയത് പെട്ടെന്നായോണ്ട് പോസ്റ്റ്മാനോട് കത്തുകൾ ഇനി ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. നച്ച് കത്തെടുക്കാൻ പോകുമ്പം അകത്ത് കയറി വാതിലടച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതും നിങ്ങ് ശ്രദ്ധിക്കും. അന്നേരമാണ് ആന്റി പോൺ പോകുന്നതിന് മുമ്പ് വീട്ടിലേക്കൊന്ന് വരാൻ മറക്കരുതെന്ന് നിങ്ങിന് മെസ്സേജ് അയക്കുന്നത്. നച്ചു കൊണ്ടുവന്ന കത്തെല്ലാം ആരോ പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്. അത് നിങ്ങിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായപ്പം അവര് നിങ്ങൾക്കുള്ളതെന്ന് കരുതിയില്ല
ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അന്ന് തന്നെ പോസ്റ്റ്മാനോട് കത്തുണ്ടേല് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് വന്ന കത്താന്ന് കരുതിയിട്ടാ തുറന്നു നോക്കിയെന്ന് പറയും. അവിടുന്ന് ഇറങ്ങുന്ന നിങ് ആന്റി പോണിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ആന്റി പോണിന് ഈ വാടകക്കാരെ കുറിച്ച് നല്ല സംശയമുണ്ട്. ഡോക്ടറാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാറേയില്ല. എപ്പോഴും വീട് പൂട്ടി അകത്തിരിപ്പാണ്. ഒരു ദിവസം രാവിലെ 4 മണിക്ക് ആന്റി പോണിന്റെ പട്ടിക്കുട്ടി കുരയ്ക്കുന്നത് കേട്ടിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങിന്റെ വീടിന് മുകളിൽ ആയിരക്കണക്കിന് കാക്കകൾ പറക്കുന്നതാണ്. പക്ഷെ പിറ്റേന്ന് രാവിലെ എങ്ങനാന്നറിയത്തില്ല, ആ പട്ടിക്കുട്ടി മരിച്ചുപോയി. സംശയം തോന്നിയ ആന്റി പിറ്റേന്ന് മുതൽ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടെ അതിരാവിലെ ഒരു 4 മണിയാകുമ്പം എന്തൊക്കെയോ മന്ത്രവാദം നടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. അതുമല്ല, കാക്കയുടെ തൂവലൊക്കെ കെട്ടി എന്തൊക്കെയോ മന്ത്രവാദം ചെയ്ത് വീടിന് പുറത്തൊക്കെ കെട്ടിത്തൂക്കിയിട്ടുമുണ്ട്. ആന്റി പോൺ പറഞ്ഞതൊക്കെ കേട്ട് സംശയം തോന്നിയ നിങ് വാടക കരാറിലെ നച്ചിന്റെയും രാത്രിയുടെയും ഐഡിയ എടുത്തിട്ട് അവര് ഡോക്ടർമാരാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ അവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടത്തില്ല. അന്നേരമാണ് കിൻ അവിടെ നിൽക്കുന്നത് നിങ് കാണുന്നത്. അവര് ഡോക്ടർമാരല്ല, കള്ളം പറഞ്ഞതാന്ന് അവള് പറയുമ്പം അവര് രണ്ടുപേരും ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് അയാൾ ചോദിക്കും. അവൾ ഉടനെ അവളുടെ സംശയങ്ങൾ കിന്നിനോട് പറയും. വീടിന് മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. നച്ചിനാണേല് നിങ് ചെന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കത്തൊക്കെ പൊട്ടിച്ച് അവർ വായിച്ചു നോക്കി. അതുമല്ല, ഈ ടാറ്റു അവരുടെ ദേഹത്തുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം കിൻ അതിനത്ര പ്രാധാന്യമൊന്നും കൊടുക്കാത്ത പോലെ ഈ ടാറ്റുവിന്റെ ഡിസൈനൊക്കെ ഇപ്പൊ കോമണാ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അയാള് ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങിനൊരു സമാധാനമില്ല. അവള് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വിട്ടിട്ട് അവളുടെ കൂട്ടുകാരൻ നട്ട്, അയാളൊരു പോലീസുകാരനാ, അയാളെ വിളിച്ചിട്ട് ഈ വാടകക്കാരുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം, അവരെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങിന് അവിടെ നിന്നൊരു കാക്കത്തൂവല് കിട്ടുന്നത്. എന്നാൽ അന്ന് രാത്രി ഇവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിനടുത്തേക്ക് ധാരാളം കാക്കകൾ വരും. ആ രാത്രിയിൽ ഇങ്ങ് കിടക്കുന്ന ബെഡിനടിയിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. വാതില് തനിയെ തുറക്കും. അന്നേരമാണ് ഇങ്ങ് ഈ മുറിയിൽ ആരോ ഉണ്ടെന്നും പറഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന നിങ്ങ് കേൾക്കുന്നത്. അവള് നോക്കുമ്പം ജനൽ തുറന്നു കിടക്കുന്നത് കാണും. കൊച്ചിനോട് കിടക്കാൻ പറഞ്ഞിട്ട് തുറന്ന ജനലടച്ച് നിങ്ങ് തിരിയുമ്പം അലമാരയിൽ ആരോ ഉള്ള പോലെ അവർക്ക് തോന്നും. പേടിച്ച നിങ്ങ് അലമാര തുറന്നു നോക്കുമ്പം അതിലൊന്നുമില്ല. അന്നേരമാണ് ആന്റി പോൺ അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയക്കുന്നത്. നോക്കുമ്പം അത് നച്ചും രാത്രിയും കൂടി ഇരുന്ന് മന്ത്രവാദം ചെല്ലുന്നതാ. പക്ഷേ അത് ചെയ്യുന്ന രാത്രി ആന്റി പോണിന് നേരെ നോക്കുന്നതോടെ വീഡിയോ കട്ടാവും. നിങ് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചു നോക്കിയിട്ടും റിപ്ലൈ ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് കിന്നിനോട് പറയാനായിട്ട് അവൾ ചെന്ന് നോക്കുമ്പം കിന്നു അവിടില്ല. മുൻവശത്തെ വാതിലിന്റെ ലോക്ക് എടുത്തിട്ട് കിന്ന് പുറത്തേക്ക് പോയതാണ്. അവള് വാതിൽ തുറക്കാൻ പോയതും കിന്നകത്തേക്ക് വരും. എവിടേക്കാ പോയതെന്ന് നിങ് ചോദിക്കുമ്പം വീടിനകത്ത് ഒരു എലിയെ കിട്ടി അതിനെ കൊല്ലാനായിട്ട് പുറത്തേക്ക് പോയതാണെന്നും പറഞ്ഞിട്ട് അയാൾ അകത്ത് കയറുമ്പോഴാണ് നിങ് അയാളുടെ കയ്യിലിരിക്കുന്ന ചുവന്ന ബുക്ക് കാണുന്നത്. എലിയെ കളയാൻ ഈ ബുക്ക് എന്തിനാന്ന് അവൾ ചോദിക്കുമ്പം ഈ ബുക്ക് വെച്ചിട്ടാണ് ആ എലിയെ പിടിച്ച ക്യാൻ ഞാൻ അടച്ചത്, അതുകൊണ്ട് ഈ ബുക്കും കളഞ്ഞേക്കാന്നും പറഞ്ഞ അയാള് അത് ഡസ്റ്റ്ബിന്നിലിടും. തിരികെ ഇങ്ങിന്റെ അടുത്തേക്ക് പോയ നിങ് ഒരു സംശയം തോന്നി വാതിലിന്റെ വെടയിലൂടെ നോക്കുമ്പം കളയാൻ കൊണ്ടുപോയ ബുക്ക് അയാൾ തിരികെ എടുത്തിട്ട് ബാഗിൽ വെച്ച് ലോക്ക് ചെയ്യുന്നത് അവൾ കാണും. അപ്പോഴേക്കും ഫോണിലെ വീഡിയോ ആന്റി ഫോൺ ഡിലീറ്റ് ചെയ്യും. അത് കണ്ട് അവള് എന്തിനാ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിനും റിപ്ലൈ ഇല്ല. സംശയം തോന്നിയ നിങ് രാവിലെ തന്നെ ആന്റി പൊന്നെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ അവളെ കാത്തിരുന്നത് പോലെ ഡോക്ടർ നച്ച് അവിടേക്ക് വന്നിട്ട് ആന്റി ഇവിടില്ല, അവര് നാട്ടിലേക്ക് പോയെന്ന് പറയും. ഇത് കേട്ട നിങ് നാട്ടിലേക്ക് പോകാനോ, ഇത് ആന്റിയുടെ വീട്, അവര് ജനിച്ചതും വളർന്നുമല്ല ഈ വീട്ടിലാ, ഈ വീട് വിട്ട് അവരെങ്ങും പോയില്ലെന്ന് പറയും. പണി പാളിയെന്ന് മനസ്സിലായ നച്ച്, ആണോ അതെനിക്കറിയത്തില്ല, അവര് രാവിലെ ബാഗുമായിട്ട് ഇറങ്ങിയത് കണ്ടപ്പം ഞാൻ എവിടെ പോകാൻ തിരക്കി, അന്നേരം നാട്ടിലേക്കെന്നോ മറ്റോ ആണ് അവര് പറഞ്ഞത്, കൃത്യമായി ഞാൻ കേട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് നച്ചങ്ങ് പോവും. തിരികെ വീട്ടിലെത്തിയ നിങ് നോക്കുമ്പം ഇങ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഐപാഡ് ഓണാണ്. അവള് ചെന്ന് നോക്കുമ്പം കസേരയിൽ ഇങ്ങില്ല, പകരം അവള് പിറന്നാളിന് വേണമെന്ന് പറഞ്ഞ ഗുരിഡോളാണ് കസേരയിൽ ഇരിക്കുന്നത്. അതും പർപ്പിള് മുടിയും നീല ഉടുപ്പിട്ട ഒരു ഗുരിഡോള്. അതിന്റെ ഉടുപ്പില് ആരുടെ പേര് തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇല്ല, ഇളക്കി കളഞ്ഞേക്കുവാ. നിങ് അതറിയാതെ അതിന്റെ നെഞ്ചിലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഐ ലവ് മൈ ഡാഡ് ദ മോസ്റ്റ് എന്ന് കേൾക്കും. പേടിച്ച് നിങ് പാവ താഴെ ഇടുമ്പം ഇങ് വന്ന് ആ പാവ എടുക്കും. നിനക്കിത് എവിടുന്ന് കിട്ടിയെന്ന് നിങ് ചോദിക്കുമ്പം പിറന്നാളിന് ഡാഡി തന്നതാണെന്ന് പറയും. അന്നും രാത്രി ഇങ് ഉറക്കത്തിൽ കിടന്ന് കരയുന്നത് കേട്ട നിങ് ഉറക്കത്തിൽ തന്നെ ഒന്നുമില്ല ഉറങ്ങിക്കോളാൻ പറഞ്ഞ് തലയിൽ തടവുമ്പോഴാണ് അടുത്ത് കിടക്കുന്നത് ഇങ്ങല്ല ആ പാവയാണെന്ന് മനസ്സിലാവുന്നത്.
പാവയെ മാറ്റിവെച്ച് സമയം എന്തായെന്ന് നോക്കുമ്പം 3:45. സംശയം തോന്നിയ നിങ് വാതില് തുറന്ന് കിൻ കിടക്കുന്നിടത്തേക്ക് നോക്കുമ്പം അയാള് ചുവന്ന ബുക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണും. പിന്നാലെ പോകാനായിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് അലമാരയുടെ ഗ്ലാസ്സിലൂടെ ഒരു രൂപം ഇങ്ങിന്റെ അടുത്തിരിക്കുന്നത് നിങ് കാണുന്നത്. നേരിട്ട് നോക്കുമ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആ രൂപം ഗ്ലാസ്സിലൂടെ അവളെ തന്നെ നോക്കി നിൽക്കും. പേടിച്ചു പോയ നിങ് ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പം ഗ്ലാസ്സിലും ആരുമില്ല, കട്ടിലിലും ആരുമില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ കിന്നിന്റെ ദേഹത്ത് കണ്ട ടാറ്റു അതേ രൂപത്തിൽ ആരോ ഇങ്ങിന്റെ നെഞ്ചിലും നഖം വെച്ച് പോറിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞിന് വേദനയൊന്നുമില്ല. എങ്കിലും അത് കണ്ടിട്ടും കിന്നിന് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നുന്നില്ല. അതും നിങ്ങിന് മനസ്സിലാവും. അന്ന് രാത്രി 3:45 ആകുമ്പം, രാത്രിയല്ലല്ലോ പകലല്ലേ 3:45, 3:45 ആകുമ്പം നിങ് ഉറങ്ങാതെ കിൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാനായിട്ട് നോക്കിയിരിക്കും. കിൻ ഇറങ്ങിയതും ഫോണുമായിട്ട് അവളും പിന്നാലെ ചെല്ലും. കിൻ പോകുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. അവിടെ ചെന്ന് നോക്കുന്ന നിങ് ഞെട്ടിപ്പോവും. അവിടെ മൊത്തം കാക്കകൾ വട്ടമിട്ട് പറക്കുകയാണ്. കിന്നാണേല് ഉച്ചത്തിൽ മന്ത്രമൊക്കെ ചൊല്ലി ചുവന്ന ബുക്ക് മുഖത്ത് ചേർത്ത് പിടിച്ചിട്ട് മന്ത്രവാദം ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് കണ്ട് പേടിച്ചെങ്കിലും നിങ് ഫോണിൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പം കിന്നിരിക്കുന്നിടത്ത് ഒരു കറുത്ത പുക നിറഞ്ഞു നിന്നിട്ട് അയാളെ വിസിബിൾ ആകുന്നില്ല. നേരിട്ട് നോക്കുമ്പോൾ കിന്നിരുന്ന് മന്ത്രവാദം ചൊല്ലുന്ന കാണാം. പെട്ടെന്ന് ഒരു കണ്ണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നതും കാക്കകൾ അവളെ ആക്രമിക്കും. പേടിച്ച നിങ് അവിടുന്നോടി തിരികെ റൂമിലെത്തിയിട്ട് പെട്ടെന്ന് പുതച്ചു കിടക്കും. പക്ഷേ കിൻ പിന്നാലെ വന്ന് നിങ്ങിനെ നോക്കുമ്പം അവള് ശബ്ദം ഉണ്ടാക്കാതെ ഉറങ്ങിയ പോലെ കിടക്കും. രാവിലെ കിൻ കുളിക്കാൻ പോയ തക്കത്തിന് ബാഗിലിരിക്കുന്ന ബുക്ക് എന്താന്ന് നിങ് നോക്കുമ്പോഴാണ് ഇങ് വന്നിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോഴേക്കും കിന്നും കുളിച്ചിട്ടിറങ്ങും. അവളുടനെ ബുക്ക് ഇടുപ്പിന് പുറകിൽ വെച്ചിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ബുക്കിൽ എന്താ നോക്കും. അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, ചുമ്മാ വെള്ള പേപ്പറാ. അപ്പോഴേക്കും കിൻ പുറത്തുനിന്ന് നീ എന്റെ ബാഗിൽ നിന്ന് എന്തേലും എടുത്തോ എന്ന് വിളിച്ചു ചോദിക്കും. ഉടനെ നിങ് ആ ബുക്ക് അവിടുത്തെ കബോർഡിലോട്ട് വെക്കാനായിട്ട് നോക്കുമ്പം അതിനകത്ത് കാക്കത്തൂവലും ചുമന്ന ചരടിലും ഒക്കെ കെട്ടി എന്തൊക്കെയോ മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്തും ഇവരൊക്കെ ഈ നെഞ്ചിൽ പച്ച കുത്തി വെച്ചിരിക്കുന്ന ആ സിമ്പലും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ച നിങ് ആ ബുക്ക് പെട്ടെന്ന് അതിനകത്തേക്കിടും. വൈകിട്ട് ഇങ്ങനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ബെഞ്ചിൽ കിന്നിന്റെ കയ്യിലുള്ള ചുവന്ന ബുക്കും പിടിച്ചിട്ട് ഇങ്ങും അടുത്ത് രാത്രിയും ഇരിക്കുന്നത് നിങ് കാണുന്നത്. അത് കണ്ട് അവൾ അവിടേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അവിടെ ആരുമില്ല. അവൾ ഉടനെ ഇങ്ങനെ വിളിക്കുമ്പം ഇങ്ങ് ദൂരെ നിന്ന് ഓടി വരും. രാത്രി അമ്മുമ്മ നിന്റെ അടുത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ച് നിങ് ദേഷ്യപ്പെടുമ്പം അതാരാ എനിക്കറിയത്തില്ലല്ലോ എന്ന് ഇങ്ങ് പറയും. അവള് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായ നിങ് ഒരു തോന്നലില് കോളർ പിടിച്ചു നോക്കുമ്പം അവിടെയും പൊള്ളിയ പോലെ ടാറ്റുവിന്റെ പാട് കാണും. ഇതോടെ ദേഷ്യം വന്ന നിങ് കള്ളം പറയുന്നോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നീയും അവരും കൂടി ഇരിക്കുന്നത്, അവരാണോ നിന്റെ ദേഹത്തേക്ക് പൊള്ളിച്ചതെന്നും ചോദിച്ചിട്ട് ദേഷ്യപ്പെടും. ഇത് അവിടെ നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. തിരികെ ഫ്ലാറ്റിലെത്തിയ നിങ് കൊച്ചിനെ കാറിലിരുത്തിയിട്ട് നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, നീ കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് റൂമിൽ ചെന്നിട്ട് അത്യാവശ്യം കുറച്ച് തുണികളും വാടക കരാറും എടുത്ത് തിരികെ കാറിലേക്ക് കയറുമ്പം അവിടെ കിന്നിരിക്കുന്ന കാണും. ബാഗും ഒക്കെ ആയിട്ട് എങ്ങോട്ടാന്ന് അയാൾ ചോദിക്കുമ്പം അവൾ അത് ശ്രദ്ധിക്കാതെ കാറിൽ നിന്ന് ഇറങ്ങാൻ അയാളോട് പറയും. എന്നിട്ട് അവൾ തിരികെ കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ കിൻ അവളെ തടയും. ഉടനെ ദേഷ്യം വന്ന നിങ് എനിക്കെല്ലാം അറിയാം, നിങ്ങൾ മന്ത്രവാദം നടത്തുകയോ പൂജ ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് എൻ്റെ മോളെ കൂടെ അതിൽ ചേർക്കാൻ താല്പര്യമില്ല, ആ പരട്ട് തള്ള എൻ്റെ കൊച്ചിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് അവളെയും പൊള്ളിച്ചെന്ന് ദേഷ്യപ്പെടുമ്പം അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് കിങ്ങിന് അവളെ സമാധാനിപ്പിക്കാനായിട്ട് പറയും. ഇതൂടെ കേട്ടതോടെ നിങ്ങിന്റെ സമനില തെറ്റും. ഏത് വകയില ആ സ്ത്രീ നിങ്ങൾക്ക് അമ്മയായത്, ദയവ് ചെയ്ത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്നോട് പറ, ഇതുവരെയുള്ളത് എന്തായാലും അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ എൻ്റെ മോളെ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് എല്ലാം എന്നോട് തുറന്നു പറയാൻ അവൾ പറയുമ്പോഴും കിൻ ഒന്നും അറിയാത്ത പോലെ നീ ചുമ്മാ വട്ട് കാണിക്കാതെ കൊച്ചിനെ പുറത്തിറക്കാൻ പറയും. എന്നിട്ട് അയാൾ ഇങ്ങനെ പുറത്തിറക്കാൻ നോക്കുമ്പം നിങ് അത് സമ്മതിക്കത്തില്ല. ദേഷ്യം വന്ന കിൻ നിങ്ങിനെ അടിക്കും. അത് കണ്ട് അവിടെ കൂടിയ സെക്യൂരിറ്റി അയാളെ പിടിച്ചു മാറ്റിയതും നിങ് കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് പോവും. എന്നിട്ട് അവള് നേരെ പോകുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കാണ്. പകുതി വഴിയാകുമ്പോൾ നിങ് അമ്മയെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരുവാന്ന് പറയും. അന്നേരമാണ് കിൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ എന്ന് അമ്മ തിരിച്ചു ചോദിക്കുന്നത്. കിൻ അവിടെ ഉള്ളതുകൊണ്ട് നിങ് കൊച്ചുമായിട്ട് വീട്ടിലേക്ക് പോകാതെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. കൊച്ചിനാണേൽ ഹോട്ടലിൽ നിൽക്കണ്ട, അമ്മൂമ്മയുടെ വീട്ടിൽ നിൽക്കണ്ട, എനിക്ക് ഡാഡിയുടെ കൂടെ നിൽക്കണം, ഡാഡിയെ സഹായിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ട് നിങ് ഡാഡി നിന്നോട് എന്ത് ഹെൽപ്പാ ചോദിച്ചെന്ന് തിരക്കുമ്പം ഇങ് ഒന്നും അറിയാത്ത പോലെ നിന്ന് കരയത്തേ ഉള്ളൂ. നേരത്തെ നിങ് അവളുടെ കൂട്ടുകാരൻ നട്ടിനോട് വാടകക്കാരെ കുറിച്ച് തിരക്കാവോന്ന് ചോദിച്ചില്ലേ, നട്ട് പോലീസാട്ടോ.
അവൻ അവൾ കൊടുത്ത ഡീറ്റെയിൽസ് തപ്പി നോക്കുമ്പം അവർ കൊടുത്ത ID കാർഡുകളെല്ലാം വ്യാജമാ. ആ സ്ത്രീയുടെ പേര് രാത്രി എന്നല്ല, അവരുടെ പേര് നാപ്പപ്പോൺ എന്നാണ്. അവര് ക്രിമിനൽ ഒന്നുമല്ല, പക്ഷേ എന്തോ കള്ളത്തരമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പേര് മാറ്റി വീട് വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് അയാൾ പോവും. അവിടുന്ന് നേരെ റൂമിൽ വന്ന് നോക്കുമ്പം ഇങ്ങനെ കാണുന്നില്ല. അന്നേരമാണ് ക്ലീനിങ്ങിന് വന്ന ലേഡി ആ കുട്ടി അതിന്റെ അച്ഛനൊപ്പം പോയെന്ന് പറയുന്നത്. അത് കേട്ട നിങ് അവരെ തിരക്കി അപ്പാർട്ട്മെന്റിലെത്തി നോക്കുമ്പം കിന്നും ഇങ്ങും അവിടെ ഇല്ല. അന്നേരമാണ് ബെഡിന്റെ സൈഡിലെ രക്തക്കറ അവൾ കാണുന്നത്. ബെഡ് പൊക്കി നോക്കുമ്പോൾ അതിലും മന്ത്രവാദം ചെയ്ത സിമ്പലൊക്കെ കാണാം. ഇതോടെ ഇങ്ങും കിന്നും വീട്ടിൽ കാണുമെന്ന് കരുതിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പം ആ വീട് മൊത്തം മന്ത്രവാദം ചെയ്തതിന്റെ അവശിഷ്ടങ്ങളും അതിലേന്ന് വന്ന പുഴുക്കളും ഒക്കെയാണ്. അവിടുന്ന് ഡോക്ടർ നച്ചും രാത്രിയും ഒക്കെ വീട് മാറിപ്പോയിരുന്നു. അതുകൊണ്ട് നിങ് ബ്രോക്കർ ടോമിനെ വിളിച്ചിട്ട് അയാളോട് അവരെക്കുറിച്ച് തിരക്കും. അവള് വിളിച്ചിട്ട് ടോം ഇന്നലെ അവരെ കൊണ്ടുവിട്ട വീട്ടിലേക്ക് നിങ്ങിനൊപ്പം പോവും. ആ പോകുന്ന വഴിക്കാണ് ടോമിന്റെ കയ്യിലെ ടാറ്റു അവള് കാണുന്നത്. അതോടെ അയാളും ആ ഗ്യാങ്ങിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. രക്ഷപ്പെടാനായിട്ട് വൊമിറ്റ് ചെയ്യുന്നതായിട്ട് ആംഗ്യം കാണിച്ചിട്ട് നിങ് കാറിന് പുറത്തേക്ക് ഇറങ്ങും. എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്ത് വന്ന ബ്രോക്കർ ടോമിനെ തള്ളിയിട്ടിട്ട് അവള് കാറിനകത്തേക്ക് കയറും. വാതിൽ തുറക്കാൻ പറഞ്ഞ് അയാൾ ബഹളം വെക്കുമ്പം നീയും അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം അയാൾ കയ്യിലെ ടാറ്റു കാണിച്ചു കൊടുക്കും. അത് വേറെന്തോ ടാറ്റുവാ. വാതിൽ തുറക്കാൻ വരുമ്പോഴാണ് നിങ് അതിനകത്തിരിക്കുന്ന ചുവന്ന ബുക്ക് കാണുന്നത്. അപ്പോഴേക്കും ടോം കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറും. നിങ് ഉടനെ ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. താഴെ വീണിട്ട് അവളുടെ ബോധം പോവും. ഇനിയാണ് 11 വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. കിന്ന് 11 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ മോള് ജായ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ജായ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമായിരുന്നു ഗുരി ഡോള്. അത് കിന്ന് ജായ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. ഗുരി ഡോളിന്റെ ഉടുപ്പില് ജായുടെ പേരും കിന്ന് പറഞ്ഞ് തയ്പ്പിച്ചായിരുന്നു. ജായാണ് ഡാഡ് ഐ ലവ് യു ദ മോസ്റ്റ് എന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അമ്മയില്ലാത്തോണ്ട് ജായുടെ എല്ലാ കാര്യങ്ങളും കിന്നാണ് ചെയ്തു കൊടുത്തിരുന്നത്. ജായുടെ പണ്ടത്തെ ഇഷ്ടങ്ങളാണ് ഇപ്പോഴത്തെ ഇങ്ങിന്റെ ഇഷ്ടങ്ങളും. പിറന്നാളിന്റെ അന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്ന ജാ വാട്ടർ ഹീറ്റർ പൊട്ടിത്തെറിച്ച് മരിച്ചു പോവും. ജായുടെ മരണത്തോടെ കിൻ ആകെ ഡിപ്രസ്ഡ് ആയി പോവും. ജായെ സ്നേഹിച്ചതുപോലെ കിൻ ഒരിക്കലും ഇങ്ങനെ പോലും സ്നേഹിച്ചിട്ടില്ല. ജോലിക്ക് പോലും പോകാതെ അയാള് അവളുടെ വീഡിയോയും കണ്ട് ജായാണെന്ന് കരുതി ഗുരിഡോളിനെ നോക്കിയാണ് പിന്നീട് അങ്ങോട്ട് ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് നിങ് അയാളുടെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെ ഇങ്ങും ജനിച്ചു. പക്ഷെ ജായുടെ കാര്യം ഒരിക്കൽ പോലും കിൻ നിങ്ങിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇങ് വളർന്നു വലുതായി. ഒരു ദിവസം ഇങ് ഡാൻസ് കളിച്ചിട്ട് ജാ ഇതാണോ നീ പറഞ്ഞ സ്റ്റെപ്പെന്ന് ചോദിക്കുന്നത് അയാൾ കേൾക്കും. എന്നാൽ ഇങ്ങിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പം അവള് പാവയോട് സംസാരിച്ചതാണെന്ന് കള്ളം പറയും. ഈ കൊച്ചിതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നീട് അങ്ങോട്ട് ജായുടെ ഇഷ്ടങ്ങളാണ് ഇങ്ങിന്റെ ഇഷ്ടങ്ങളെന്ന് മനസ്സിലാക്കിയ കിന്നിന് വീണ്ടും ജായെ മിസ് ചെയ്യാൻ തുടങ്ങും. ജായുടെ മരണശേഷം കിന്ന് അവളുടെ സാധനങ്ങള് ആ വീടിന്റെ സീലിംഗിൽ തന്നെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാ മരിക്കുന്നതിന് മുമ്പ് അവക്ക് വേണ്ടി വാങ്ങിയ പാവയാണ് അയാൾ ജാ എന്ന് പേര് മാറ്റിയിട്ട് ഇങ്ങിന് കൊടുത്തത്. വീട് നോക്കാനായിട്ട് വന്ന രാത്രി ബാത്റൂമിന് മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് ചെന്ന കിന്നിനോട് നിന്റെ മോൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, അവളുടെ ആത്മാവ് ഭൂമി വിട്ട് ഇതുവരെ പോയിട്ടില്ലെന്ന് പറയും. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന കിന്നിന് എപ്പോഴും അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബുക്കില്ലേ, ആ ചുവന്ന ബുക്ക്, ആ ബുക്ക് കൊടുത്തിട്ട് ഇത് വെച്ച് നിന്റെ മോളുടെ ആത്മാവിനെ കാണാൻ പറ്റും, അതിന് നിന്നെ ഞാൻ സഹായിക്കാന്ന് രാത്രി പറയും. അതുകൊണ്ടാണ് വീട് കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടും കിൻ ഇവിടുന്ന് മാറാൻ തയ്യാറായത്. അങ്ങനെ രാത്രി പറഞ്ഞിട്ടാണ് കിൻ നിങ് അറിയാതെ ജായെ കാണാൻ വേണ്ടി മന്ത്രവാദം തുടങ്ങിയത്. നിങ് സാധനങ്ങൾ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പം അവളെ ആരോ ശ്രദ്ധിക്കുന്ന പോലെ അവൾക്ക് തോന്നിയില്ലേ, അത് ആ വീടിനകത്തുണ്ടായിരുന്ന കിന്നായിരുന്നു. എത്രയൊക്കെ മന്ത്രവാദം ചെയ്തിട്ടും ജായെ കാണാൻ പറ്റാത്തോണ്ട് കിന്നാകെ അസ്വസ്ഥനാവും. അയാള് രാത്രിയുടെ മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടാന്നേലും വേണ്ടില്ല ജായെ കാണണമെന്ന് പറഞ്ഞു കരയും. ജാ കുട്ടിയായോണ്ട് അവളുടെ ആത്മാവിന് വേണ്ടി മറ്റൊരു കുട്ടിയുടെ ശരീരം വേണം. അതുമല്ല പ്രേതത്തെ കാണാനൊക്കെ കഴിവുള്ള കുട്ടിയുടെ ശരീരം കിട്ടിയാലേ കാര്യമുള്ളൂ. ഇങ്ങിന് ജായെ കാണാൻ പറ്റുന്നുണ്ടെന്നും അവൾ ആ കാര്യം പറയാത്തതാണെന്നും കിന്നിനറിയാം. പേടിക്കാനൊന്നുമില്ല, ജാ വന്നാലും ഇങ്ങനൊന്നും പറ്റത്തില്ല. ജായ്ക്കും ഇങ്ങിന്റെ ശരീരത്തിൽ കിൻ ആഗ്രഹിക്കുമ്പോൾ വരാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. അല്ലാതെ അതുകൊണ്ട് ഇങ്ങിനൊന്നും പറ്റത്തില്ലെന്ന് നച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ടതോടെ കിന്ന് ജായെ ഇങ് വഴി തിരികെ കൊണ്ടുവരാൻ തയ്യാറാവും. അതിനായി ആദ്യമായിട്ട് കിൻ ജായുടെ കാര്യം ഇങ്ങിനോട് പറയും. ജാ നിന്റെ ചേച്ചിയാണ്, നീ അവളെ കാണാറുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്ന് കിന്ന് പറയുമ്പം
ഇങ് ഉള്ള സത്യം അയാളോട് പറയും. ജാ എപ്പോഴും അവിടെ അടുത്ത് ചെല്ലും. പക്ഷേ നിങ്ങോ കിന്നോ അടുത്ത് വന്നാല് ജാ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതുമല്ല, ജായെ കാണുന്ന കാര്യം ആരും അറിയുന്നതും അവൾക്ക് ഇഷ്ടമല്ല. ഈ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയ ശേഷം ഇങ് ജായെ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. ജായെ കൊണ്ടുവരാൻ സഹായിക്കാമെന്ന് കിന്നു ചോദിക്കുമ്പം അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ് അതിന് തയ്യാറാവും. കിന്നാണ് മന്ത്രവാദത്തിന് വേണ്ട കാര്യങ്ങൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഒക്കെ ചെയ്തു വെച്ചത്. അന്ന് രാത്രി മന്ത്രവാദം ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അയാൾക്ക് ചുറ്റിനും ആളുകളിരുന്ന് മന്ത്രവാദം ചെയ്യുന്നതായിട്ട് തോന്നും. ഒപ്പം ഒരു ചെറിയ കുട്ടിയുടെ ആത്മാവ് അവിടെ ഇരിക്കുന്നതും കാണും. പക്ഷെ കിന്നടുത്തേക്ക് ചെല്ലുമ്പം അത് മാഞ്ഞു പോവും. അന്നേരമാണ് ദൂരെ നിൽക്കുന്ന നിങ്ങിനെ അയാൾ കണ്ടതും അവൾ ഓടിപ്പോയി ഉറങ്ങിയതുപോലെ കിടന്നതും. നിങ് അന്ന് സ്കൂളിൽ വെച്ച് ഇങ്ങിൻ്റെ അടുത്ത് രാത്രി ഇരിക്കുന്നത് കണ്ടില്ലേ? അതും സത്യമായിരുന്നു. പക്ഷേ രാത്രിക്കൊപ്പം അന്ന് അവിടെ കിന്നു ഉണ്ടായിരുന്നു. അയാൾ കാറിലിരുന്നിട്ട് രാത്രി മാത്രമാണ് ഇങ്ങിൻ്റെ അടുത്തേക്ക് പോയത്. ഇങ്ങിനെയും കൊണ്ട് നിങ്ങ് പിണങ്ങിപ്പോയുമ്പം ഇങ്ങാണ് അവര് നിൽക്കുന്ന ഹോട്ടലിൽ കിന്നിനെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട കിന്ന് അവിടെ ചെല്ലുമ്പം നിങ്ങ് നട്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അയാളെ കിട്ടിയ ഗ്യാപ്പിൽ കുട്ടിയുമായിട്ട് നിങ്ങ് കാണാതെ രക്ഷപ്പെടും. എന്നിട്ട് നേരെ പോകുന്നത് അയാളുടെ വീട്ടിലേക്കാണ്. അവിടുന്ന് ആന്റി പോണിന്റെ വീട്ടിലേക്ക് വരാനായിട്ട് നച്ച് മെസ്സേജ് അയക്കും. നിങ്ങ് കുട്ടിയെ തിരക്കി വീട്ടിലേക്ക് വരുന്നത് ആന്റി പോണിന്റെ വീട്ടിലെ ജനല് വഴി കിന്നും ഇങ്ങും കാണുന്നുണ്ടായിരുന്നു. കിന്നിന്റെ വീട്ടിൽ വെച്ചാണ് ഇന്ന് രാത്രി ജായുടെ ആത്മാവിനെ ഇങ്ങിന്റെ ശരീരത്തിലേക്ക് കയറ്റുന്ന മന്ത്രം ചെയ്യാൻ പോകുന്നത്. ഈ വീട്ടില് നച്ച് എങ്ങനെ എത്തിയെന്നറിയാനായിട്ട് ഈ വീടിന്റെ താക്കോൽ എവിടുന്ന് കിട്ടി? ആന്റി പോൺ നിങ്ങൾക്ക് കീ തന്നിട്ടാണോ നാട്ടിലേക്ക് പോയതെന്ന് കിന്ന് സംശയത്തോടെ ചോദിക്കുമ്പം ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട, ആന്റി പോൺ ഉടനെ തിരിച്ചു വരും, അപ്പോഴേക്കും വീടെല്ലാം ക്ലീൻ ആയിരിക്കും എന്ന് നച്ച് പറയും. അങ്ങനെ രാത്രിയാവുമ്പം രാത്രി ഇങ്ങനെ വെച്ച് മന്ത്രവാദം തുടങ്ങും. അതിനായിട്ട് ഇങ്ങിനെയും രാത്രിയെയും മുറിയിലാക്കിയിട്ട് കിന്ന് മുറിക്ക് പുറത്തിറങ്ങും. അന്നേരം അയാള് ജായുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ആ സീലിംഗ് ചോരുന്നത് കാണും. അതുമല്ല, ഒരു കുട്ടിയുടെ നിഴല് താഴെ കൂടെ പാസ് ചെയ്യുന്നതും അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ നിഴല് ഫോളോ ചെയ്ത് അത് വാതിലിനടുത്ത് നിൽക്കുമ്പം ഉടനെ കിന്ന് ജാന്നും വിളിച്ച് ചെല്ലുമ്പോഴാണ് വാതിലും തുറന്ന് ആന്റിപോൺ കയറി വരുന്നത്. എന്നാൽ കിന്ന് അവരോട് സംസാരിക്കാനായിട്ട് ചെന്നതും ആന്റിപോൺ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് അയാളെ അറഞ്ചം പുറഞ്ചം കുത്തും. അപ്പോഴേക്കും ഇങ്ങ് കരഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തു നോടും. എന്നാൽ പിന്നാലെ വന്ന നച്ച് കുട്ടിയെ വലിച്ചോണ്ട് അകത്തേക്ക് കയറും. ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് കിന്നിന് മനസ്സിലാവത്തില്ല. അന്നേരമാണ് രാത്രി റൂമിന് വെളിയിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന പെട്ടിയിലെ വലിയൊരു പാവ പുറത്തേക്ക് എടുക്കുന്നത്. അത് പ്രായിയുടെ ആത്മാവിരിക്കുന്ന പാവയാണ്. പ്രായി എന്ന് വെച്ചാൽ രാത്രിയുടെ ഇളയ മോള. അവക്ക് 7 വയസ്സുള്ളപ്പം വെള്ളത്തിൽ വീണ് മരിച്ചുപോയായിരുന്നു. മരിച്ച ശേഷം രാത്രി മന്ത്രവാദം ചെയ്തിട്ട് പ്രായിയുടെ ആത്മാവിനെ ഈ പാവയിൽ സൂക്ഷിച്ചു വെച്ചതാണ്. ഇവർ ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്നത് പ്രായിയുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അതിന് പറ്റിയൊരു കുട്ടിയെ നോക്കി ഇവർ നടക്കുമായിരുന്നു. ബ്രോക്കർ ടോം അയാൾ ഇവരുടെ ആളാണല്ലോ. അയാളാണ് ഇങ്ങിനെ കുറിച്ച് രാത്രിയോട് പറയുന്നത്. ഇവരിങ്ങനെ പറ്റിയ പിള്ളേരെ തപ്പി നടക്കുമ്പം ഇങ്ങിനെ കണ്ട രാത്രിക്ക് അവക്ക് പ്രേതത്തെ കാണാനും അതിനോട് സംസാരിക്കാനും കഴിയുമെന്ന് മനസ്സിലാവും. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇങ്ങിന്റെ ശരീരത്തിലേക്ക് പ്രായിയുടെ ആത്മാവിനെ കടത്തണം. അതിനായിട്ട് ഇവരാദ്യം നിങ്ങിന്റെ ഫ്ലാറ്റ് ചീത്തയാക്കിയിട്ട് ടോം അവളോട് നിങ്ങൾ ഇവിടേക്ക് മാറ്, നച്ച് വീടിന് നല്ല വാടക തരുമെന്നും പറഞ്ഞ് വീട് മാറ്റിക്കും. എന്നാൽ വീട്ടിലെത്തിയ അന്ന് രാത്രി തന്നെ ജായുടെ ആത്മാവിനെ രാത്രിയും നച്ചും കാണും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രാത്രികൾ തമ്മിൽ മാറിപ്പോകുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എവിടേക്കോ ഒരു കിളി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നച്ചാണെങ്കിൽ രാത്രിയുടെ മൂത്ത മോളാട്ടോ. ഇവരെ കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുന്ന ജായുടെ ആത്മാവിനെ രാത്രി ഗുരിഡോളിനകത്ത് ബന്ധിക്കും. ഇതൊന്നും അറിയാതെ ഇന്ന് മന്ത്രവാദം ചെയ്തത് ശരിക്കും പ്രായിയുടെ ആത്മാവിനെ ഇങ്ങിന്റെ ശരീരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അന്ന് രാത്രി നിങ്ങ് കണ്ട രൂപം പ്രായിയുടെ ആത്മാവിന്റെ ആയിരുന്നു. ഇനി ആന്റിപോണിന് എന്താ പറ്റിയെന്ന് അറിയണ്ടേ? ഇവർ ഈ മന്ത്രവാദം ചെയ്യുന്ന വീഡിയോ ആന്റിപോൺ എടുത്ത് നിങ്ങിന് അയച്ചായിരുന്നല്ലോ. അത് കണ്ട രാത്രി അവിടേക്ക് ചെന്നിട്ട് ആന്റിപോണിനെയും അടിമയാക്കി. നേരത്തെ കിന്നിനെ കാറിലിരുത്തിയിട്ട് രാത്രി ഇങ്ങിന്റെ സ്കൂളിൽ പോയായിരുന്നല്ലോ. നിങ് ഇവരെ കണ്ട ദിവസമില്ലേ? അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാ രാത്രിയെ കാണുമ്പം ജായിക്ക് ശരിക്കും എൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഇങ്ങ് ചോദിക്കും. രാത്രി അവളോട് രാത്രിയുടെ ഉള്ളിലും ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ശരിക്കുള്ള രാത്രി ജീവിക്കുന്നത് നാപ്പപ്പോൺ എന്ന സ്ത്രീയുടെ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് നട്ട് ID രാത്രിയുടേതല്ല, അവരുടെ പേര് നാപ്പപ്പോൺ എന്നാണെന്ന് പറഞ്ഞത്. 50 വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സുള്ളപ്പോഴാണ് രാത്രി മരിക്കുന്നത്. രാത്രിയുടെ അപ്പൂപ്പൻ ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അയാളാണ് മന്ത്രവാദം ചെയ്തിട്ട് രാത്രിയുടെ ആത്മാവിനെ 18 വയസ്സുള്ള നാപ്പപ്പോണിന്റെ ശരീരത്തിലാക്കിയത്. പക്ഷേ ആത്മാവിനൊരിക്കലും പ്രായമാവത്തില്ല.
അതുകൊണ്ട് രാത്രിക്ക് ഇപ്പോഴും 18 വയസ്സ് തന്നെയാണ്. ഇപ്പം രാത്രിയുടെ ആത്മാവുമായിട്ട് നാപ്പപ്പോൺ ജീവിക്കുന്നത് പോലെ ജായിയുടെ ആത്മാവുമായിട്ട് ഇങ്കിനും ജീവിക്കാം. പക്ഷെ അതിനാദ്യം പൂർണ്ണ മനസ്സോടെ ഇങ്ക് സമ്മതിക്കണം. ഇതെല്ലാം കേട്ട ഇങ്ക് ജായിയുടെ ആത്മാവിനെ ശരീരത്തിലേക്ക് കയറ്റാൻ സമ്മതിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കൊച്ചിനെയും അതിന്റെ അച്ഛനെയും പറഞ്ഞു പറ്റിച്ചത്. ഇങ്ക് എന്തിനാ കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വെച്ചാൽ അതും കിന്നിനെ കുത്തുന്നത് കണ്ടിട്ടൊന്നുമല്ല. കിന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിയതും അവളെ മന്ത്രവാദത്തിനായിട്ട് രാത്രി തയ്യാറെടുക്കുമ്പം ഇങ്ക് രാത്രിയോട് അത് നാപ്പപ്പോണാണല്ലോ, രാത്രിയുടെ ആത്മാവും ഉള്ളിലുണ്ടെന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാപ്പപ്പോണിനോട് രാത്രി ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നോ അതാണോ ശരീരത്തിൽ കയറ്റാൻ സമ്മതിച്ചെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ചിലപ്പം എന്നെപ്പോലെ ഈ രാത്രി രാത്രിയെന്നും പകലെന്നും ഒക്കെ കേട്ടിട്ട് കിളി പോകുന്നുണ്ടായിരിക്കും. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഈ കഥ അങ്ങനാട്ടോ. അന്നേരമാണ് രാത്രി നാപ്പപ്പോൺ ശരിക്കും മരിച്ചുപോയി, അതുകൊണ്ട് ഈ ശരീരം ഇപ്പം രാത്രിയുടെ സ്വന്തമാണെന്ന് പറയുന്നത്. ഇത് കേട്ട ഇങ്ങിന് ഇനിയിപ്പം ജാ വന്നാൽ ചിലപ്പോൾ അവളും മരിക്കുമെന്ന് മനസ്സിലായിട്ട് അങ്ങനെയാണ് ഈ കൊച്ചിറങ്ങി ഓടിയതും കുത്തേറ്റ് കിടക്കുന്ന കിന്നിനെ കാണുന്നതും. ഓടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, വീണ്ടും ഈ കൊച്ചിനെ പിടിച്ചു വെച്ച് മന്ത്രവാദം നടത്താൻ തുടങ്ങും. നേരത്തെ ടോമിനൊപ്പം പോയ നിങ് ബോധം കെട്ട് റോഡിൽ വീണായിരുന്നല്ലോ, അതുകൊണ്ട് ബോധം പോയ അവളെ ജീവനോടെ തന്നെ ടോം ഒരു വലിയ സൂട്ട് കേസിലാക്കും. എന്നിട്ട് കായലിൽ തള്ളാനായിട്ട് കൊണ്ടുപോകുമ്പം അവള് അയാൾ കാണാതെ കാറിനടിയിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് അയാളെ കുത്തിക്കൊല്ലും. ടോം മരിച്ചതോടെ നിങ് അയാളുടെ ഫോൺ എടുത്തിട്ട് നിങ് മരിച്ച് ഞാൻ എവിടേക്കാ വരേണ്ടതെന്ന് മെസ്സേജ് അയക്കുമ്പം കിന്നിന്റെ വീട്ടിലേക്ക് വരാനായിട്ട് നച്ചു പറയും. ഇവിടെ വീട്ടിലാണേല് കിന്ന് ആന്റിബോണിനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു വിധത്തില് മന്ത്രവാദം നടക്കുന്ന മുറിയിലേക്ക് ചെല്ലും. ബഹളം കേട്ട് പുറത്തേക്ക് വന്ന നച്ചിനെ അയാൾ ആക്രമിക്കാൻ നോക്കുമെങ്കിലും അവര് ഒരുവിധം അയാളെ തടഞ്ഞിട്ട് മുറിവേറ്റ ഭാഗത്ത് ആക്രമിച്ച് രക്ഷപ്പെടും. മന്ത്രവാദം ചെയ്യുന്ന രാത്രി പ്രായിയുടെ ആത്മാവിനെ ഇങ്കിന്റെ ശരീരത്തിൽ സ്വന്തമായിട്ട് കിട്ടാനായിട്ട് അവളെ കൊല്ലാനും നോക്കുന്നുണ്ട്. ഇങ്ങും കിന്നും വീട്ടിലുണ്ടെന്ന് മനസ്സിലായ നിങ്ങും അവരുടെ വീട്ടിലേക്ക് വരും. പോലീസിനെ വിളിച്ചറിയിക്കാനായിട്ട് കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ചാർജ് നേരത്തെ തീർന്നായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് തീ വന്ന അത് അയൽക്കാരറിയിച്ചിട്ട് പോലീസ് എത്തുമെന്ന് അറിയാവുന്നുണ്ട്. നിങ്ങ് വീടിനകത്ത് കയറി ഓവൻ വഴി ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. ബഹളം കേട്ട് നച്ച് അവിടേക്ക് വരുന്ന ഗ്യാപ്പില് നിങ്ങ് മന്ത്രവാദം നടക്കുന്ന മുറിയിലേക്ക് ചെല്ലും. എന്നാൽ ഇങ്ങ് മരിച്ചതുപോലെ കിടക്കുന്നത് കണ്ട് അവൾ കരയുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങ് കണ്ണു തുറക്കുന്നത്. രാത്രി അവിടുന്ന് മന്ത്രവാദം ചെയ്തിട്ട് പ്രായിയുടെ ആത്മാവിനെ ഇങ്ങിന്റെ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തടയാനായിട്ട് നിങ്ങ് ശ്രമിക്കുമെങ്കിലും മന്ത്രവാദം വഴി രാത്രി അവളെ തടയും. ഉടനെ നിങ്ങ് പ്രായിയുടെ പ്രേതമുള്ള പാവയുണ്ടല്ലോ അതിനെ അടിച്ച് തകർക്കാൻ നോക്കുമ്പം ആ ആത്മാവ് അവളുടെ കഴുത്തിന് പിടിക്കുമെങ്കിലും നിങ്ങ് ഒരുവിധം ആ പാവ തകർക്കും. എന്നിട്ട് ഇങ്ങനെയും കൊണ്ട് മുറിക്ക് പുറത്തിറങ്ങുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന കിന്നിനെ കാണുന്നത്. അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ രാത്രി അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് ഇങ്ങല്ല, അവള് മരിച്ച് ഇത് രാത്രിയുടെ ഇളയ കുട്ടി പ്രായിയുടെ ആത്മാവാണെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് സീലിംഗ് ഇടിഞ്ഞ് താഴേക്ക് വീഴും. എന്നാൽ അവിടുന്ന് ഇങ് എഴുന്നേറ്റ് വന്നിട്ട് നച്ചിനെ കൊല്ലും. ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഇപ്പോഴാണ് രാത്രിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങിനെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുമ്പം ജായുടെ ആത്മാവിരിക്കുന്ന പാവയും ആ ബാഗിലുണ്ടായിരുന്നു. മരിക്കാറായി കിടക്കുന്ന കിന്നു നോക്കുമ്പം ബാഗിനകത്തിരിക്കുന്ന പാവയുടെ സ്ഥാനത്ത് ജായുടെ ആത്മാവിനെ കാണും. അയാള് സ്വന്തം രക്തം കൊണ്ട് ആ പാവയുടെ നെറ്റിയിൽ മന്ത്രവാദത്തിന്റെ സിമ്പല് വരച്ചിട്ട് നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ ജായോട് പറയും. എന്നിട്ട് അയാൾ മരിച്ചു പോവും. അപ്പോഴേക്കും ഇങ്ങ് വന്ന് രാത്രിയും കൊല്ലും. പതിവ് പോലെ എല്ലാം കഴിഞ്ഞ് പോലീസ് വരും. അവര് വരുമ്പം ഇങ്ങിനും നിങ്ങിനും മാത്രമേ ജീവനുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങിനോട് നട്ട് കിൻ ജായെക്കുറിച്ച് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. ജായെക്കുറിച്ച് അവൾ അറിയുന്നത് പോലും ഇപ്പോഴാ. നട്ടിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം നിങ് നേരെ ഇങ്ങിന്റെ അടുത്തേക്ക് വരും. അവിടെ പില്ലോയുടെ അടിയിൽ ജായുടെയും കിന്നിന്റെയും ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. നിങ് അത് നോക്കി സങ്കടപ്പെടുമ്പോഴാണ് ഇങ് ഉണരുന്നത്. അവൾ ഉടനെ സോറി ആന്റി എന്ന് പറയും. ഇത് കേട്ട നിങ്ങിന് ഇവളെന്തിനാ ആന്റി എന്ന് വിളിച്ചതെന്ന് മനസ്സിലാവത്തില്ല. അന്നേരമാണ് ഇങ് കരഞ്ഞുകൊണ്ട് ഞാൻ ജായാണെന്ന് പറയുന്നത്. ശരിക്കുള്ള ഇങ് മരിച്ചുപോയി. കിന്ന് പറഞ്ഞിട്ട് ജാ അവളെ രക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും രാത്രി അവളെ കൊന്നായിരുന്നു. ഇത് കേട്ടതും നിങ് കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന നിങ് ഇങ്ങിന്റെ ഉള്ളിലുള്ള ജായയും കൂട്ടി അവളുടെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതൊരു ചെറിയ ഗ്രാമം കേട്ടോ. ജായെ അവിടുത്തെ സ്കൂളിൽ തന്നെ ആക്കിയിട്ട് സൈക്കിളിൽ കൊണ്ടുപോകുമ്പം നിങ് ജായുടെ കൈ എടുത്തിട്ട് അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കും. അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്ന ജായ്ക്കിപ്പം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയെ കിട്ടി. ഇങ്ങ് മരിച്ചെങ്കിലും അതേ രൂപത്തില് മറ്റൊരു മകളെ നിങ്ങിനും കിട്ടിയത് കാണിച്ചിട്ട് ഈ സിനിമയ്ക്ക് ഇവിടെ കട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് പേഴ്സണലി ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഈ ഇങ്ങ് നിങ്ങ് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മൊത്തത്തിൽ കിളി പോയിരിക്കുക.
നിങ്ങൾക്കും ചിലപ്പം കിളി പോവാൻ സാധ്യതയുണ്ട്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ കിളി വളർത്താത്ത മറ്റൊരു അടിപൊളി സിനിമയുമായിട്ട് കാണാം. ടാറ്റാ.